ടു ലെജൻസ്. നമ്മുടെ ഓർണമെന്റ്സിന്റെ വീഡിയോ ആണ്. ഇന്ന് കുറച്ച് സ്റ്റഡ്സ് ആട്ടോ ചെയ്യുന്നത്. പേൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റഡ് ഐറ്റംസ് ആണ്. അപ്പോൾ ഈ സ്റ്റഡിന് ഒത്തിരി പേര് ആവശ്യക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ള പോലെ നമ്മളിങ്ങനെ ഓരോ പുതിയ ഡിസൈൻ വരുന്നതനുസരിച്ച് കാണിച്ചു പോകാം. അടിപൊളിയായിട്ടുള്ള കുറച്ച് ഡിസൈനാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്ക്രീൻഷോട്ട് അയക്കുമ്പം ഈ ഒരു പിക്ചറിന്റെ കൂടെ തന്നെ എല്ലാത്തിനും നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പർ കറക്റ്റായിട്ട് ആ ബാർകോഡ് മൊത്തത്തിൽ കാണാവുന്ന രീതിയിൽ ഉള്ള ഫോട്ടോസ് വേണം അയച്ചു തരാൻ കേട്ടോ. എന്നാലേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പം അതിനൊരു ടൈം എടുത്ത് കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ സോൾഡ് ഔട്ട് ആയി പോകും. ഫസ്റ്റ് ഡിസൈൻ ഇതാണ്. ഒരു ബട്ടർഫ്ലൈ പാറ്റേണുള്ള ഡിസൈൻ ആട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പം ഇതാണ്. ഇത് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. സാധാരണ വരുന്ന പോലത്തെ നോർമൽ ഫാൻസി ഐറ്റം അല്ല. സ്റ്റോൺസ് ആണെങ്കിലും AD സ്റ്റോൺസ് ആണ്. ഇതിന് ആ ഒരു താഴെ കാണുന്നതൊക്കെ നല്ല കുഞ്ഞു കുഞ്ഞായിട്ടുള്ള AD സ്റ്റോൺസ് ആണ്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാണുന്നേക്കാളും ഒത്തിരി ഭംഗിയാട്ടോ നേരെ കാണാൻ. ഈ ഒരു സൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മീഡിയം സൈസ്, എല്ലാവർക്കും പറ്റുന്ന സൈസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഒരു സ്റ്റോൺ ആണ് മെയിൻ വരുന്നത്. പിന്നെ ഈ ഒരു വൈറ്റ് പോർഷൻ എന്ന് പറയുന്നത് പേളിൻ്റെ തന്നെ ഒരു മെറ്റീരിയൽ ആട്ടോ. പേളിൻ്റെ തന്നെ അവർ സ്പ്രെഡ് ചെയ്ത് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം റേറ്റ് ഉള്ള ഐറ്റംസ് ആണ്. അപ്പോൾ കാഴ്ചയ്ക്കും അതിൻ്റെതായ ഭംഗി കൂടുതലും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ നമ്പർ ഞാൻ പറയാം. അത് നിങ്ങൾ നോക്കണ്ട. ബാർകോഡിൽ കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അത് നമ്പർ കിട്ടാൻ പാകത്തിന് വേണം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട്. നമ്പർ R812, റേറ്റ് 390 ആണ്, 396. നെക്സ്റ്റ് ഡിസൈൻ ഇതും കുഞ്ഞായിട്ടുള്ള പേളിൻ്റെ തന്നെ ഡിസൈൻ ആട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ്. നമ്മുടെ നോർമൽ വരുന്ന ഫാൻസി അല്ല. ഞാൻ പറഞ്ഞ പോലെ സാധാരണ ഇതും നമുക്ക് കണ്ടാൽ നമുക്ക് വ്യത്യാസം മനസ്സിലാവും. ഇതൊക്കെ ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ്, കൊറിയൻ ഐറ്റംസ് ആട്ടോ. അപ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഫിനിഷിംഗ് വ്യത്യാസം എന്തായാലും കാണും. അപ്പോൾ ഇത് ഇച്ചിരി കൂടെ ഞാൻ മുമ്പേ കാണിച്ച ബട്ടർഫ്ലൈയേക്കാളും കുറച്ചുകൂടെ ചെറുതാണ്. അപ്പോൾ ഇത് പിള്ളേർക്കാണെങ്കിലും ഉപയോഗിക്കാം, എല്ലാ ഏജുകാർക്കും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അത്രയും നല്ല സ്റ്റാൻഡേർഡ് പീസസ് ആണ്. ബാക്ക് സൈഡ് എല്ലാത്തിലും ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഇതിൻ്റെ ബട്ടൺ ഡിസൈൻ വരുന്നത് കേട്ടോ. നോർമലി വരുന്ന പോലെ തന്നെ. പക്ഷേ ഇതിന് എല്ലാത്തിനും ഐറ്റംസിനെല്ലാം ക്വാളിറ്റി കൂടുതൽ കാണും. ഇതിന്റെ നമ്പർ വരുന്നത് R769, റേറ്റ് 390, 39. നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ തന്നെ, പക്ഷേ ഒരു 2 ബട്ടർഫ്ലൈ വെച്ചിട്ടാണ് ഒരു സ്റ്റഡിൽ പോയേക്കുന്നത്. അപ്പൊ അതും നല്ല രസമാട്ടോ. അപ്പൊ എല്ലാത്തിലും നമ്മൾ നോക്കി തന്നെ എടുത്തേക്കുന്നത് ആ ഒരു അറ്റത്തല്ല. ഇതിന്റെ ബാക്ക് സൈഡിലത്തെ ഇത് കൊടുത്തേക്കുന്നത് സെന്ററിൽ തന്നെയാണ്. അപ്പൊ അത് നോക്കിയിട്ടാണ് കുറെ പേരൊക്കെ സെലക്ട് ചെയ്യാറ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അങ്ങനെ ഉള്ളതാണെങ്കിൽ ഞാൻ എടുത്ത് പറയും. ഇതൊക്കെ സെന്ററിൽ തന്നെ വരും. അപ്പൊ നമ്മൾ കാതലിട്ടാലും കറക്റ്റായിട്ട് നമുക്കത് കിടന്നോളും. ഇല്ലെങ്കിൽ തൂങ്ങി പോകുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇല്ല. അപ്പോൾ ഇതിനൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സെൻറ്ററിൽ തന്നെ നമുക്ക് ആ ഒരു ബാക്കിലത്തെ സ്റ്റഡ് ഇത് വരും. ഇതിന് കുഞ്ഞൊരു ഗോൾഡൻ കളർ ബട്ടർഫ്ലൈയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല AD സ്റ്റോൺ ആണ്. കുഞ്ഞു കുഞ്ഞായിട്ടുള്ള സ്റ്റോൺസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും റേറ്റും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇമ്പോർട്ടഡ് ഐറ്റമാണ്, കൊറിയൻ ഐറ്റം ആണ്. നോർമൽ ഫാൻസി ആയിട്ട് ഇത് കമ്പയർ ചെയ്യാനേ പാടില്ല. കാരണം അത്രയും ഫിനിഷിംഗ് ഉള്ള ഒരു ഐറ്റം ആണ്. ശരിക്കും ഗോൾഡിനേക്കാളും നല്ല ഡിസൈൻസ് ഇതിലാണ് കിട്ടുന്നതെന്ന് പറയാം. പിന്നെ ഭയങ്കര റീസണബിൾ പ്രൈസേ ഉള്ളൂ. ഗോൾഡ് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊക്കെ പ്രൈസ് എന്ന് പറയാൻ മാത്രം പോലും ഇല്ല. കാരണം അത്രയും ഭംഗിയാണ്. ഇതൊക്കെ എങ്ങനെ പോയാലും നമ്മൾ മേടിക്കുമ്പോൾ ഒത്തിരി തുകയാവും. അപ്പോൾ കാരണം ഈ പണിക്കൂലിയും കാര്യങ്ങളൊക്കെ ഇതിന് അത്യാവശ്യം വരും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര റീസണബിൾ ആട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് R786, റേറ്റ് 440. നെക്സ്റ്റ് വരുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പേളിൻ്റെ സ്റ്റഡ് ആട്ടോ. അപ്പോൾ ഇതിൽ ഒരു ലവ് പാറ്റേൺ, ഇതൊക്കെ എപ്പോഴും തന്നെ നമുക്ക് വരുന്ന മോഡലൊക്കെ തന്നെയാണ്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മോഡലാണ്. ഈ റൗണ്ട് ആയിട്ടും കുറച്ചൊരു ലവ് പാറ്റേൺ, ഒത്തിരി ലവിൻ്റെ ഡിസൈൻ അല്ല കേട്ടോ. ഏകദേശം റൗണ്ട് എന്ന് തന്നെ പറയാവുന്ന ഒരു ഡിസൈനാണ്. എല്ലാ കാലത്തും ഹിറ്റായിട്ട് ഓടുന്ന ഒരു മോഡലാട്ടോ. എനിക്കൊന്ന് പേൾ ഇടുമ്പോൾ നമുക്ക് എല്ലാവർക്കും മുഖത്തിനൊരു ഭംഗി കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ പേളിൻ്റെ ഐറ്റംസിന് എപ്പോഴും, അത് മാല ആയിക്കോട്ടെ കമ്മലായിക്കോട്ടെ, എല്ലാത്തിനും അതുപോലെ ചോദ്യമുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിന്റെ പേളിന്റെ ആ ഒരു ഫിനിഷിംഗ് നിങ്ങൾക്ക് നോക്കി അറിയാം. നോർമലി വരുന്ന സൈസ് പേളല്ല, ഇത് കൂടിയ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കൊറിയൻ ഐറ്റത്തിനെല്ലാം അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ഇത് കൊടുത്തേക്കുന്നത് കുറച്ച് മേളിലായിട്ടാണ് കേട്ടോ. അതായത് അതിന്റെ ഒരു തുടങ്ങുന്നിടത്താണ് അതിന്റെ ഇത് കൊടുത്തേക്കുന്നത്. പക്ഷെ അത് സ്റ്റഡ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല. നമുക്ക് അതിന്റെ കറക്റ്റ് താഴോട്ട് തന്നെ ഈ ഒരു പോർഷൻ നിൽക്കും. ഒത്തിരി ഹാങ്ങിങ്സ് വരുന്നതിനാണ് അങ്ങനത്തെ ഒത്തിരി തൂങ്ങി കിടക്കുന്ന പ്രശ്നം വരുന്നത്. ഇത് കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം പക്കായിട്ട് നോക്കിയാട്ടോ ഇതിന്റെ ഒരു ഫിനിഷിങ് കാര്യങ്ങളും പോയേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, വളരെ നന്നായിട്ട് തന്നെ കിടക്കുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതിന്റെ നമ്പർ വരുന്നത് R808, റേറ്റ് വരുന്നത് 340, 340. ഇതിന്റെ ലാസ്റ്റ് ഡിസൈൻ ഇതാട്ടോ. ഇത് സിമ്പിൾ ആയിട്ടുള്ള പേളിന്റെ ഡിസൈൻ ആണ്. അപ്പോൾ ഇതിന്റെ നല്ല ക്വാളിറ്റി പേളാണ് ഇതിന് യൂസ് ചെയ്തേക്കുന്നത്. ചെറിയൊരു മൾട്ടി കളർ ടൈപ്പ് ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇത് പ്രത്യേകിച്ച് 3 സൈസിലും വരുന്നുണ്ട്. പേൾ തന്നെ ഒറ്റക്കമ്മലായിട്ടൊക്കെ ഇടുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതിന്റെ തന്നെ 3 സൈസിൽ, ഡിഫറെന്റ് 3 സൈസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുൾ സെറ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് കുറച്ച് വലിയ സൈസ്, ഇത് മീഡിയം, ഇതിന്റെ സ്മോൾ സൈസ്. അപ്പോൾ അതെങ്ങനെ അങ്ങനെ തന്നെ കേട്ടോ. സെറ്റിന് തന്നെ മൊത്തത്തിലാണ് പ്രൈസ് വരുന്നത്. ഇതിന് വേറെ പുറമേ ഒന്നും കാണാനില്ല, ജസ്റ്റ് ആ പേൾ മാത്രമേ കാണത്തുള്ളൂ. അത് തന്നെയായിട്ട് യൂസ് ചെയ്യാൻ ഗോൾഡിലും ഇതുപോലെ തന്നെയാണ് വരുന്നത്. സെയിം പേൾ മാത്രമായിട്ടാണ് കേട്ടോ. അത് നല്ല ഭംഗി ഇട്ട് കാണാൻ, എല്ലാവർക്കും ചേരുന്ന ഐറ്റംസ് ആയതൊക്കെ. അപ്പോൾ ഞാൻ കുറച്ചായിട്ടാണ് സ്റ്റഡ്സ് കാണിക്കുന്നുള്ളൂ. കാരണം എല്ലാം കൂടെ കാണിച്ച് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവേണ്ട.
പിന്നെ വരുന്ന പോലെ പുതിയ പുതിയ ഡിസൈൻസ് വരുന്ന പോലെ കുറച്ചായിട്ട് നമുക്ക് ഓരോ ദിവസങ്ങളിൽ കാണിച്ചു പോവാം. അപ്പോൾ ഇതിന്റെ ബാക്ക് സൈഡും സെയിം തന്നെ രീതിയിലാട്ടോ വരുന്നത്. നമ്പർ വരുന്നത് R764. അപ്പോൾ ഇത് 3 സെറ്റ് മൊത്തത്തിൽ കംപ്ലീറ്റ് ഈ ഒരു സെറ്റിനാണ് റേറ്റ് 390 ആണ് 390.